യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രിയും കഴിഞ്ഞ സർക്കാരിനെ പറ്റിയ പോലെ വരരുത്. മുഖ്യമന്ത്രിക്ക് പാർട്ടിക്ക് മേൽ സ്വാധീനമുണ്ടാവുകയും മുഖ്യമന്ത്രി എല്ലാം തീരുമാനിക്കുകയും പാർട്ടി നോക്കുകുത്തിയാവുകയും ചെയ്തു എന്നതാണ് ഞാൻ എൻ്റെ തല എൻ്റെ ഫിഗർ എന്ന് പറഞ്ഞതാണ് പിണറായി സർക്കാരിനെ പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റ് ആവർത്തിക്കാൻ എന്തിനാണ് നമ്മൾ സതീശനെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ UDF തിരഞ്ഞെടുത്തത്? പൊതുവേ നമുക്കൊരു ധാരണയുണ്ട്, വിശ്വാസമുണ്ട്. UDF കുറെ കൂടി ജനാധിപത്യപരമായൊരു ഘടനയുണ്ട്. പാർട്ടിക്കകത്തുനിന്ന് തന്നെ ചോദ്യങ്ങൾ വരും, പാർട്ടിക്കകത്തുനിന്ന് തന്നെ എതിർപ്പുകൾ വരും, അതുകൊണ്ട് തന്നെ കറക്ഷൻസ് ഉണ്ടാവും. നല്ല കാര്യമാണ്. ഞാനത് എപ്പോഴും അംഗീകരിക്കുന്ന ഒരാളാണ്. പലവട്ടം ഞാനത് പറഞ്ഞിട്ടുണ്ട്. UDF ഒരു അഡ്വാൻറ്റേജ് അതിനകത്തുള്ള ഇന്റേണൽ കറക്ഷനാണ്. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ വിമർശനം, സ്വയം വിമർശനം എന്നൊക്കെ പറയുമെങ്കിലും വിമർശനമൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് വെള്ളം ഒഴുകി പോയിട്ട് അണകെട്ടണ മാതിരിയാണ്. ഇപ്പോൾ വിമർശനവും സ്വയം വിമർശനവും നടത്തിയിരുന്നെങ്കിൽ പിണറായിക്ക് 3-ാം ഊഴം അല്ലെങ്കിൽ LDF 3-ാം ഊഴം കിട്ടുമായിരുന്നല്ലോ. കേരളത്തിൽ എത്രയോ തെറ്റുകൾ തിരുത്താമായിരുന്നു. ഒരു ചർച്ച ഉണ്ടായില്ലല്ലോ, ആരും ഒരു വാക്ക് പറഞ്ഞില്ല. ഇപ്പൊ പറയുന്ന ആളുകൾ ആരും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ, എല്ലാം അനുസരിച്ചു. അതിന്റെ ദുരന്തം അനുഭവിച്ചു. അത്തരമൊരു സംഗതി UDF ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ സതീശൻ ചെയ്തിട്ടുള്ള നിയമനങ്ങൾ തീർച്ചയായും ചിലതൊക്കെ പാർട്ടിക്കകത്ത് തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിയമനങ്ങൾ മാത്രമല്ല, ചില നടപടിക്രമങ്ങൾ. ഇപ്പൊ PM ശ്രീ ആയാലും, PM ശ്രീയുടെ കാര്യത്തിൽ പിന്നെ UDF വിട്ടു. മദ്യനയം നികുതി കൊണ്ടുവന്നു. നികുതി കൊണ്ടുവരുന്നത് ധനമന്ത്രിയുടെ പ്രൊറോഗേറ്റീവാണ്. അതുകൊണ്ട് ധനമന്ത്രി തീർച്ചയായും അത് കൊണ്ടുവന്നു, UDF തീരുമാനിക്കും എന്ന് പറഞ്ഞു. അതാണ് സമ്മർദ്ദത്തിന്റെ പ്രത്യേകത. ആ സമ്മർദ്ദം വരുമ്പോൾ ഇനിയിപ്പോ UDF വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണ്ട തീരുമാനിച്ചാൽ മദ്യം വിൽക്കില്ല. തീർന്നില്ലേ, പ്രശ്നം തീർന്നില്ലേ? അങ്ങനെ നിയന്ത്രണം ഉണ്ടാവണം, ഒരു സംശയമല്ല. പക്ഷെ നിയന്ത്രണം എന്ന് പറയുന്നത് പോസിറ്റീവായ നിയന്ത്രണമാവണം. നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന പാർട്ടിയും തെറ്റ് ചെയ്യുമ്പോൾ ആരാണെങ്കിലും വിമർശന വിധേയമാക്കുന്ന പാർട്ടിയും ആകണം എന്നുള്ളതാണ് ഏത് ജനാധിപത്യ പാർട്ടിയുടെയും ലക്ഷ്യം. പക്ഷേ കോൺഗ്രസിൽ അതിനപ്പുറത്തേക്കും ജനാധിപത്യം ചിലപ്പോൾ പോകാറുണ്ട് എന്നത് നമ്മൾ കാണേണ്ട കാര്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ PM നിയാസിന്റെയും അതുപോലെ ഉള്ള ആളുകളുടെയും മദ്യനയവും അതുപോലെ ഇപ്പോൾ ശേഷാദ്രിനാഥന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനവും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ അത് കൺവിൻസ്ഡ് ആണ്. പക്ഷെ കൺവിൻസ്ഡ് ആവുന്നതിന് മുമ്പ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ ചർച്ച ചെയ്യണം. ഇപ്പൊ കോൺഗ്രസിന് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം ഞാൻ പറയാം. കോൺഗ്രസിന് ഇപ്പോൾ KPCC ഇല്ല, KPCക്ക് പ്രസിഡന്റ് ഇല്ല. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആണെങ്കിലും അദ്ദേഹം വൈദ്യുതി മന്ത്രിയാണ്, അല്ലെങ്കിൽ തന്നെ കറണ്ട് ഉണ്ടാക്കലൊക്കെ അദ്ദേഹത്തിന്റെ പണിയായിട്ട് ഇപ്പൊ നടക്കുക. അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കലും KPC പ്രസിഡന്റ് ആയിക്കൊണ്ട് തുടരാൻ പറ്റില്ല. പുതിയ KPC പ്രസിഡന്റിനെ കണ്ടെത്തണം. ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ശരിയായ ഒരു ലൈസൺ കമ്മിറ്റി ഇതുവരെ കൂടാൻ കഴിഞ്ഞിട്ടില്ല. ലൈസൺ കമ്മിറ്റി കൂടി അങ്ങനെയാണ്. ഇപ്പൊ കരുണാകരനൊക്കെ ഉള്ള കാലത്ത് കരുണാകരൻ കുറെ ഏകാധിപത്യപരമായ നടപടിയെടുക്കും. പക്ഷേ അത് ഒരു ലൈസൺ കമ്മിറ്റിയെ, സംഘടനയെ കൂടെ കൊണ്ടുപോകും. അതിന്റെ രാഷ്ട്രീയമായി അതിന്റെ ശരി സ്ഥാപിച്ചെടുക്കണം. അതാണ് പ്രശ്നം. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ രാഷ്ട്രീയമായ ശരി UDF ശരിയാണ്. ഇതിലൊരു കാര്യവും കൂടി സതീശൻ അടക്കമുള്ള UDFകാർ മനസ്സിലാക്കിയാൽ നന്ന്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ 102 സീറ്റിന്റെ വിജയം കേവലം കുറച്ച് പാർട്ടികളുടെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ പാർട്ടിയെയോ മാത്രം വിശ്വസിച്ച് ജനങ്ങൾ വോട്ട് ചെയ്തതല്ല. കേരളത്തിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതിന് കുറച്ച് മുമ്പ് അത് കുറേശ്ശെ വന്നിട്ടുണ്ട്, പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഒരു കാര്യം, കേരളത്തിൽ ഒരു പൊതു മനസ്സ്, ഒരു സിവിൽ സമൂഹം, ഒരു വോട്ട് ബാങ്ക് രൂപപ്പെട്ടിട്ടുണ്ട്. ആ സിവിൽ സമൂഹ വോട്ട് ബാങ്ക് കൃത്യമായും തെറ്റിനെതിരെ പ്രതികരിക്കുന്ന, പാർട്ടി നോക്കാതെ തെറ്റിനെതിരെ പ്രതികരിക്കുന്ന ഒരു വോട്ട് ബാങ്കായി കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ആ വോട്ട് ബാങ്കാണ് കഴിഞ്ഞ ഗവൺമെന്റിനെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിച്ചത്. അതിപ്പോ PM ശ്രീ ആയാലും, വെള്ളാപ്പള്ളി ആയാലും, പൂരം കലക്കലായാലും, ഇതിലൊക്കെ മദ്യനയായാലും ഒക്കെ ബാറുകളുടെ എണ്ണം കൂട്ടിയതടക്കം. പക്ഷെ ആ പൊതുസമൂഹത്തിന്റെ വിമർശനം ഇവർ കേട്ടില്ല, LDF കേട്ടില്ല, അത് പാർട്ടികൾ എടുത്തില്ല. അന്ന് നമ്മൾ വിമർശനം ഉന്നയിക്കുമ്പോൾ പാർട്ടിയുടെ ന്യായീകരണ തൊഴിലാളികൾ വന്ന് അതിനെ മുഴുവൻ ന്യായീകരിക്കും. വെള്ളാപ്പള്ളി ന്യായീകരിക്കും, ഇതിനെ ന്യായീകരിക്കും, എല്ലാം ന്യായീകരിക്കും, അദാനിയെ ന്യായീകരിക്കും, എല്ലാത്തിനും വികസനം എന്ന് പറയും, ഒക്കെ ചെയ്യും. എന്തു പറ്റി? അവിടെയാണ് പരാജയം. ഇവിടെ അത് പറ്റില്ല. അങ്ങനെ ഒരു പൊതുസമൂഹം, സിവിൽ സമൂഹം കേരളത്തിലുണ്ട്. അത് കേരളത്തിലെ നിരവധി വിഷയങ്ങൾ, രാഷ്ട്രീയ നയങ്ങളെ സംബന്ധിച്ച്, പാരിസ്ഥിതിക വിഷയങ്ങൾ, ജെൻഡർ ഇഷ്യൂസ്, ആദിവാസി ദളിത് ഇഷ്യൂസ്, ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായി, പ്രത്യേകിച്ചും BJPക്കെതിരായ കൃത്യമായ നിലപാട്, അതിൽ ഒരയവും ഈ പൊതുസമൂഹം സമ്മതിക്കില്ല. അതുകൊണ്ടാണ് PM ശ്രീ നടപ്പാക്കാൻ സതീശൻ ആലോചിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നു വന്നത്. അത് കോൺഗ്രസിന് മാത്രമല്ല
കോൺഗ്രസിലുള്ളവരും പണ്ട് CPM ഉണ്ടായിരുന്നവരും മുമ്പ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നവരും ഒക്കെ അത്തരം വിമർശനം ഉന്നയിക്കുകയാണ്. കരിമണൽ വിഷയം വന്നപ്പോഴും അതുപോലെ തന്നെ വിഷയം വന്നത് അതുകൊണ്ടാണ്. തീർച്ചയായും UDF ചർച്ച ചെയ്യണം. നിയന്ത്രണം എന്ന് പറയുന്നത് കേവലം സ്വദേശം ചെയ്യുന്നതിനൊക്കെ എതിർക്കല്ല. അതിന് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് കളിയുമല്ല അവിടെ വേണ്ടത്. കൃത്യമായ രാഷ്ട്രീയ ചർച്ച UDF ഉണ്ടാകണം. UDF കക്ഷികളെ, നേതാക്കളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ പോകാൻ കഴിയൂ. അങ്ങനെയുള്ള വേണമെങ്കിൽ ചെറിയൊരു കോർ ഗ്രൂപ്പോ എന്തെങ്കിലും അർത്ഥത്തിൽ ലൈസൺ കമ്മിറ്റിയുടെ പ്രധാന കക്ഷികളുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള സംവിധാനം ഉണ്ടാവണം. ഇത് ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഒരു മാസത്തിനകത്തൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രശ്നം. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, കോർപ്പറേഷൻ നിയമനങ്ങൾ വരും, ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങൾ വരും, വീണ്ടും ഈ തർക്കം വരും. ഇപ്പൊ ഗവൺമെന്റ് പ്ലീഡറുടെ നിയമനം വന്നു. ഗവൺമെന്റ് പ്ലീഡറുടെ നിയമനം യഥാർത്ഥത്തിൽ ഒന്ന് കൂടിയാലോചിച്ചിരുന്നെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചേനെ. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ ഇദ്ദേഹം ഇന്ന കേസിൽ പ്രതികൾക്ക് വേണ്ടി വന്ന ആളാണ്. ഇപ്പോ ഗവൺമെന്റിനെതിരായി പ്രതികൾക്ക് വേണ്ടി വന്ന ആരെയും ഗവൺമെന്റ് പ്ലീഡറാക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ഗവൺമെന്റിനെതിരായി വന്ന ആളുകളൊക്കെ ഏത് ഗവൺമെന്റിനും ഒരു ക്രിമിനൽ വക്കീലിന്റെ ജോലി എന്താ? ഗവൺമെന്റിനെതിരായി പറയൽ തന്നെയാണ്, പ്രോസിക്യൂഷനെതിരായി പറയലാണ്. അപ്പോൾ ക്രിമിനൽ വക്കീലായി വരുന്ന ആൾ അങ്ങനെ വന്നിട്ടുണ്ടാവും. ഇപ്പോ കഴിഞ്ഞ തവണത്തെ ADGP ആയിരുന്ന ആൾ, LDF കാലത്തെ DGP ഒക്കെ ആയിരുന്നു, ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ആയിരുന്ന ആൾ ഇനിയിപ്പോ ഈ സർക്കാരിന്റെ പ്രോസിക്യൂട്ടർക്കെതിരായി വരില്ലേ? വരും, സ്വാഭാവികമാണ്. അതല്ല. പക്ഷെ ഇവിടെ ദേവസ്വം എന്നൊരു പ്രത്യേക വിഷയത്തിൽ ഒരു പ്ലീഡറായിട്ട് വരുമ്പോൾ ചെയ്യാൻ പാടില്ല. ഇപ്പൊ LDF കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ഹാരിസന്റെ ഏറ്റവും പ്രധാന വക്കീലായിരുന്ന ആളുകളെ ഇവിടെ റവന്യൂവിന്റെ AG ആയിട്ട് വെച്ചിട്ടുണ്ട്, അഡീഷണൽ AG ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഹാരിസണുമായിട്ട് ഒരുപാട് കേസുണ്ട് കേരള ഗവൺമെന്റിന്. പക്ഷെ ഹാരിസന്റെ ആളാണ്, ഹാരിസന്റെ വക്കീലായിരുന്ന, അല്ലെങ്കിൽ ഹാരിസന് വേണ്ടി ഇത്രയും കാലം കേസ് വാദിച്ച ആളാണ് അവിടെ വന്നത്. അതുകൊണ്ട് പല കേസും തോൽക്കുകയും ചെയ്തു. എൻ്റെ നിർദ്ദേശം ഈ കാര്യത്തിൽ വക്കീലിനെ നിയമിക്കുന്നതായാലും നയമെടുക്കുന്നതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നതായാലും UDF മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തെ വിശ്വാസത്തിലെടുക്കണം. അങ്ങനെ വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് 2004 മൻമോഹൻ സിംഗിന്റെ സർക്കാർ വന്നപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും. ഒരു കമ്മിറ്റി, അന്ന് ഭരണത്തിന് പുറത്തൊരു കമ്മിറ്റി ഉണ്ടാക്കി. സോണിയാഗാന്ധി ആയിരുന്നു അതിന്റെ ചെയർപേഴ്സൺ. എന്നിട്ട് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ മാത്രമല്ല വിവിധ ജനകീയമായ ധനകാര്യ വിദഗ്ധർ, മറ്റ് സാമൂഹ്യ വിദഗ്ധർ, ഇപ്പൊ ജോൺ റീസ് പോലെയുള്ള ആളുകൾ, അവരൊക്കെ ആ കമ്മിറ്റിയിൽ വന്നു. ആ കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ 2004 UPA ഗവൺമെന്റ് ഏറ്റവും ശക്തമായ ഒന്നായത്. ഇവിടെ RTI പോലെയുള്ള നിയമം ഉണ്ടാക്കിയത്, MNREG പോലെയുള്ള നിയമം ഉണ്ടാക്കിയത്, ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പോലെയുള്ള നിയമം ഉണ്ടാക്കിയത്, ഏറ്റവും ഒടുവിൽ കുടിയിറക്കപ്പെടുന്ന ആളുകൾക്ക് 2013 ആക്ട് ഉണ്ടായത്. ഇതിൽ പലരും ഇടപെട്ടിട്ടുണ്ട്. എനിക്കറിയാം, മേധാ പട്കർ അടക്കമുള്ള ആളുകൾ ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ടിലും ഈ കുടിയൊഴിക്കൽ ആക്ടിലും ഒക്കെ അവരുടെ അഭിപ്രായം പറയാൻ അവർക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പോളിസികൾ രൂപപ്പെടുത്തുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തൻ്റെ മുന്നണിയെ മാത്രമല്ല പൊതുസമൂഹത്തെയും വിശ്വാസത്തിലെടുക്കാൻ സതീശൻ തയ്യാറാവണം. തയ്യാറായില്ലെങ്കിൽ പിണറായിയുടെ സ്ഥിതി ആളുകൾ ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ട് അര പിണറായിയാണ് സതീശൻ എന്ന്, അത് കേൾപ്പിക്കാതിരുന്നാൽ കൊള്ളാം.